നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിയമ പോരാട്ടത്തിന് പുതിയ ട്രസ്റ്റ് അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ് എന്ന പേരിലാണ് പ്രമുഖർ ഉൾപ്പെടുന്ന ട്രസ്റ്റ് പ്രവർത്തനം തുടങ്ങിയത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷക കേസ് നയിക്കും. ആ ഒരു കേസിൻ്റെ വിധി ഇതൊരു അപൂർവമായ ഒരു കേസാണ്. കൊട്ടേഷൻ ബലാത്സംഗം എന്നുള്ളതൊരു പുതിയ സംഭവമാണ്. അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സമൂഹത്തിൻ്റെ ആവശ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ അതിജീവിതയോടൊപ്പം നിൽക്കുകയും അവളുടെ പോരാട്ടത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിന് മുൻകൈ എടുത്തത്. ഏത് കാര്യത്തിന്? ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, ഒരു പ്രതികരണം കൂടി ഉണ്ട്. അത് വ്യൂ ചെയ്യുക, കാണുന്നത് കൊണ്ട് മാത്രം അതിൻ്റെ ഹാഷ് വാല്യൂ മാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയമായ വശം. അതിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എഡിറ്റ് നടന്നാൽ മാത്രമാണ് അതിൻ്റെ ഹാഷ് വാല്യൂ മാറുക. അപ്പോൾ ആ മെമ്മറി കാർഡിൻ്റെ ദൃശ്യങ്ങൾ പകർത്തപ്പെടുകയും പുറത്തു പോവുകയും ചെയ്തു എന്ന് വേണം നമ്മൾ ന്യായമായി അനുമാനിക്കാൻ. തീർച്ചയായിട്ടും ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിൽ മാറി. ഒന്ന്, മജിസ്ട്രേറ്റ് കോടതിയുടെ പക്കലുണ്ടായിരുന്നപ്പോൾ, കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ, അന്ന് മജിസ്ട്രേറ്റായിരുന്ന ലീന റഷീദിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ, പിന്നീട് ജഡ്ജ് കൗസർ അടപ്പകത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ, അത് കഴിഞ്ഞ് ഇപ്പോൾ വിധി പറഞ്ഞ കോടതി ജസ്റ്റിസ് ഹണിയം വർഗീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കോടതികളുടെ കസ്റ്റഡിയിൽ ഈ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നപ്പോൾ ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സമീർ, ആരൊക്കെ ചേർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്? എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രവർത്തനം? സമൂഹത്തിലെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള 7 പേരാണ് ഈ ട്രസ്റ്റിന് പിന്നിലുള്ളത്. പ്രധാനപ്പെട്ട കാര്യം അന്വേഷി കെ അജിത, അതുപോലെ തന്നെ ബി ദാമോദരൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുള്ള ഭാഗ്യശ്രീ, അതുപോലെ ജോസഫ് സി മാത്യു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 7 പേർ ചേർന്നുകൊണ്ടാണ് ഇത്തരം ഒരു ട്രസ്റ്റിന് രൂപം നൽകിയിരിക്കുന്നത്. നടിക്കൊപ്പം നിൽക്കുക, അവൾക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിക്കൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് അവർ നീങ്ങുന്നത്. അവൾക്കൊപ്പം സപ്പോർട്ട് ട്രസ്റ്റ് എന്ന രീതിയിൽ, അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ് എന്ന പേരിലാണ് ഇത്തരം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് ശിക്ഷ ലഭിച്ചെങ്കിലും അതിന് ആസൂത്രണം ചെയ്ത നിരവധി പേരുണ്ട്. അവരൊന്നും തന്നെ ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരുടെയൊക്കെ തെളിവുകളുടെ അഭാവത്തിൽ അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. അത്തരമൊരു സാഹചര്യത്തിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നടി ചെയ്യുന്നത്. ആ നടിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് മാനസികമായിട്ടുള്ള ഒരു പിന്തുണ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പിന്തുണ, നിയമപരമായിട്ടുള്ള പിന്തുണ, ഇത്തരം കാര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവ് നശിപ്പിക്കാനുള്ള പല തരങ്ങളിലുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ ആ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടാണ്. നടി ആക്രമണത്തിന് ഇരയായ സംഭവങ്ങളെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ ആ മെമ്മറി കാർഡിൽ പകർത്തിയിരുന്നു. പക്ഷേ അത് പല തവണകളായിക്കൊണ്ട് അതിൻ്റെ #, വാല്യൂ മാറിയ ഒരു സാഹചര്യമുണ്ടായി. അത് തന്നെ അത് എഡിറ്റിംഗിന് വിധേയമായിട്ടുണ്ട് എന്നും അത് പല തലങ്ങളിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിൽ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നതുമാണ്. അത്തരം ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നടി നിയമ പോരാട്ടം നടത്തുന്നത്. അതിന് പിന്തുണ നൽകുകയാണ് ഈ ട്രസ്റ്റ്. മാത്രമല്ല, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ തന്നെ അതിന് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇതിന്റെ കേസിന്റെ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുക. നടിക്ക് നീതി ലഭ്യമാക്കുക, അതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ട്രസ്റ്റ് ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്. അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ലഭ്യമാകുകയാണെങ്കിൽ അത് ഈ ട്രസ്റ്റിനെ അറിയിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഈ ട്രസ്റ്റ് ഭാരവാഹികൾ ഏർപ്പെടുത്തുന്നുണ്ട്. സൈഫു. ശരി സമീർ.